ഡോക്ടർ ജെ കെ എസ് ഡയബി ടോക്സിലെ 23-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. പ്രമേഹത്തിലെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിൽ വൃക്കയെ ബാധിക്കുന്ന ഡയബറ്റിക് കിഡ്നി ഡിസീസും കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതിയും പോലെ ഞരമ്പ് അഥവാ നെർവിനെ ബാധിക്കുന്ന ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന മറ്റൊരു സങ്കീർണതയെക്കുറിച്ചാണ് ഈ 23-ാം എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. കണ്ടുപിടിക്കുമ്പോൾ തന്നെ ശരിയായി ചികിത്സിക്കാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുമ്പോൾ അത് നെർവ് അഥവാ ഞരമ്പിനെ തകരാറിലാക്കിയാണ് ന്യൂറോപ്പതി ഉണ്ടാവുന്നത്. പ്രമേഹമുള്ളവരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സങ്കീർണതയാണിത്. ഏകദേശം 50% പേരെ ബാധിക്കുന്നു. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും പുറത്തു വന്ന് ശരീരത്തിലെ മുഴുവൻ ഭാഗത്തും എത്തുന്ന ഞരമ്പുകളെയാണ് പെരിഫറൽ നെർവ്സ് എന്ന് പറയുന്നത്. സെൻസറി, മോട്ടോർ, ഓട്ടോണോമിക് എന്നീ 3 തരം പെരിഫറൽ നെർവ്സ് ഉണ്ട്. ഇതിൽ സ്പർശനം, ചൂട്, തണുപ്പ്, വേദന മുതലായവ അറിയുന്ന സെൻസറി നെർവിനെയാണ് പ്രമേഹം ആദ്യമായി ബാധിക്കുന്നത്. ഡിസ്റ്റൽ സിമെട്രിക്കൽ പോളിന്യൂറോപ്പതി എന്ന് പറയുന്ന ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയെ കുറിച്ചാണ് ഇനി പറയുന്നത്. പെരിഫറൽ നെർവിൽ ഏറ്റവും നീളം കൂടിയ ആക്സോൺസ് ഉള്ള കാലിലെ ഞരമ്പിനെയാണ് പ്രമേഹം ആദ്യമായി ബാധിക്കുന്നത്. പാദങ്ങളിൽ തുടങ്ങി കാലിലേക്കും പിന്നെ കൈപ്പത്തിയിലേക്കുമാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. നംബ്നെസ് അഥവാ പെരിപ്പ്, ടിംഗ്ലിംഗ് അഥവാ ഇക്കിളി, ബേണിംഗ് അഥവാ തീയിൽ ചവിട്ടിയ പോലെയുള്ള നീറ്റൽ, പിന്നെ വേദന ഒന്നുകിൽ അറിയാതെയാകും അല്ലെങ്കിൽ അധികമാകും. ഷൂട്ടിംഗ് പെയിൻ എന്ന തുളച്ച് കയറുന്ന വേദന, അതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയിൽ അല്ലോഡൈനിയ എന്ന് പറയും. ഇവിടെ സ്വന്തം വസ്ത്രത്തിൻ്റെ സ്പർശനം പോലും അസഹ്യമാകും. രാത്രി മേൽപ്പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും അധികമാകും. നെർവ് ഡാമേജ് മൂലം ബാലൻസും കോർഡിനേഷനും നഷ്ടപ്പെടുമ്പോൾ വീഴ്ച അഥവാ ഫോൾസും, കാൽ വിരലുകൾ കൂട്ടിപ്പിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മൂലം ചെരുപ്പ് തെറിച്ചു പോകുന്നതായും കാണാം. വേദന, താപനില, സ്പർശനം, പ്രഷർ, വൈബ്രേഷൻ ഇതെല്ലാം ബാധിക്കുന്നത് മൂലം പ്രമേഹ രോഗമുള്ളവർക്ക് സംഭവിക്കാവുന്ന 3 അപകട സാധ്യതകൾ പറയാം. 1. പെയിൻ ആൻഡ് പ്രഷർ അഥവാ വേദനയും മർദ്ദവും പ്രൊട്ടക്റ്റീവ് സെൻസസ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അപകടത്തെ തിരിച്ചറിയുന്ന സംവേദങ്ങൾ. ഇത് രണ്ടും അനുഭവപ്പെടുമ്പോൾ ഉടൻ റിഫ്ലക്സ് ആക്ഷൻ വഴി കാൽ വലിച്ചു മാറ്റി അപകടം ഒഴിവാക്കാം. എന്നാൽ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയിൽ ആണി പോലെ മൂർച്ചയുള്ള സാധനങ്ങൾ കാലിൽ തുളച്ചു കയറി മാസങ്ങൾ മുറിവിനുള്ളിൽ ഇരിക്കുന്നത് അറിയാതെ പോകും. പഴുത്ത് നീരൊലിക്കുമ്പോൾ മാത്രമേ അറിയൂ. 2. സ്പർശനശേഷി നഷ്ടപ്പെടുന്നത് മൂലം താപനില മനസ്സിലാകാതെ ചൂടുവെള്ളം കാലിലൊഴിച്ച് പൊള്ളലുണ്ടാകുന്നത് നിത്യസംഭവമാണ്. 3. ചെരുപ്പ് ഉപയോഗിക്കാതെ സിഗരറ്റ് കുറ്റി പോലെയുള്ള തീയിൽ ചവിട്ടിയും പൊള്ളുന്ന ചൂടിൽ ക്ഷേത്രപ്രദർശനം ചെയ്തും പൊള്ളലുണ്ടാകുന്നതും പതിവാണ്. ഡയബറ്റിക് ഫുഡ് എന്ന പ്രമേഹ പാദരോഗത്തിന് കാരണം പ്രധാനമായും ന്യൂറോപ്പതി ആയതിനാൽ അത് ഫലമായി ഉണ്ടാകുന്ന പൊള്ളലുകളും മുറിവും കരിയാതെ പാദമോ വിരലോ നഷ്ടപ്പെടുന്നതിന് വരെ സാധ്യത ഏറെയാണ്. എങ്ങനെ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി കണ്ടുപിടിക്കാമെന്ന് നോക്കാം. എല്ലാ പ്രമേഹമുള്ളവരിലും പെരിപ്പ്, തരിപ്പ് മുതലായ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയണം. ദിവസവും പാദം നിരീക്ഷിച്ച് കരിയാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടോ എന്ന് നോക്കണം. 10 ഗ്രാം മോണോഫിലമെന്റ് ഉപയോഗിച്ച് സ്പർശനവും പ്രഷറും അറിയാമോ എന്ന് നോക്കണം. 128 ഹെർട്സ് ട്യൂണിംഗ് ഫോർക്കോ ബയോതെസിയോമെട്രിയോ ഉപയോഗിച്ച്
വൈബ്രേഷൻ സെൻസേഷൻ അളന്ന് വളരെ നേരത്തെ തന്നെ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി മൈൽഡോ മോഡറേറ്റോ സിവിയറോ ആണോ എന്ന് ഉറപ്പാക്കാം. ഇനി ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയുടെ ചികിത്സ എന്താണെന്ന് നോക്കാം. കൃത്യസമയത്ത് പ്രമേഹം കണ്ടുപിടിച്ച് ഷുഗർ ശരിയായ രീതിയിൽ നിർത്തി HbA1c 7 താഴെ നിർത്തുക തന്നെയാണ് പ്രധാന പരിഹാരം. കൃത്യമായ ഇടവേളകളിൽ മോണോഫിലമെന്റ്, ബയോത്തോസിയോമെട്രി മുതലായ ടെസ്റ്റുകൾ നടത്തി ലക്ഷണങ്ങൾ വരുന്നതിന് മുൻപേ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക. പ്രീഗബാലിൻ, ഗാബാപെന്റിൻ, ഡുലോക്സെറ്റിൻ, ആൽഫ ലൈപ്പോയിക് ആസിഡ്, മീഥൈൽ കൊബലാമിൻ എന്ന B12 വൈറ്റമിൻ, വൈറ്റമിൻ D3, വൈറ്റമിൻ ഇ മുതലായ നിരവധി മരുന്നുകൾ അവസ്ഥയ്ക്കൊത്ത് ഫലപ്രദമാണ്. മദ്യപാനവും പുകവലിയും ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. ദിവസവും രാത്രിയിൽ ഒരു വാൽക്കണ്ണാടി കൊണ്ട് കാൽ സ്വയം നിരീക്ഷിച്ച് ഒരു 10 മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിൽ കാൽമുക്കി തുടച്ച് വൃത്തിയാക്കി തൊലി മൃദുവാകുന്നതിന് വെളിച്ചെണ്ണയോ മോയ്സ്ചറൈസറോ പുരട്ടണം. 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിരാശയിൽ ചികിത്സ നിർത്തരുത്. 1-2 വർഷം കൊണ്ട് പലരിലും ഇത് മാറുന്നതായി കാണപ്പെടുന്നു. 2, ഷുഗർ നിയന്ത്രിക്കാൻ തരുന്ന മെറ്റ്ഫോമിൻ എന്ന മരുന്നും ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കുന്നു എന്നറിയണം. അതിനാൽ കൂടെ കഴിക്കാൻ തരുന്ന B12 തുടങ്ങിയ മരുന്നുകൾ നിർത്തരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രമേഹത്തിൽ പ്രത്യേകിച്ചും ഇൻസുലിനും ഗ്ലൈമപ്പുരൈഡ് തുടങ്ങിയ സൾഫണൈലൂറിയ മരുന്നും കഴിക്കുന്നവർക്ക് ഏത് സമയവും ഉണ്ടാകാനിടയുള്ള എല്ലാവരും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട അപകട സാധ്യതയുള്ള ഹൈപ്പോഗ്ലൈസീമിയ എന്ന പെട്ടെന്നുണ്ടാകുന്ന സങ്കീർണതയെക്കുറിച്ചുള്ള 24ാം എപ്പിസോഡുമായി ഉടൻ കാണാം. നന്ദി, നമസ്കാരം.